ഹലോ, നീൽസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളം സീരീസിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഈ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് വിപരീത പദം തന്നെയാണ്. അപ്പോൾ കുറച്ച് വിപരീത പദങ്ങൾ പഠിച്ചിട്ട് നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാം. വിപരീത പദം. ആദ്യത്തെ വിപരീത പദം എന്താണ്? വികാസം. വികാസത്തിന്റെ വിപരീത പദം ഏതാണ്? സങ്കോചം. വികാസം വിപരീത പദം സങ്കോചം. ഈ വികാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ സയൻസ് വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. വികസിക്കുക, വികാസം എന്ന് പറഞ്ഞാൽ വികസിക്കുന്നതിന്റെ നാമരൂപമാണ് വികാസം. ഇനി സങ്കോചം, അത് ചുരുങ്ങുക. ഇനി അർത്ഥതലത്തേക്കൊന്നും പോവണ്ട, നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. വികാസത്തിന്റെ വിപരീതമാണ് സങ്കോചം. ഇനി അടുത്തത് കതിര്. കതിരിന്റെ വിപരീതമാണ് പതിര്. കതിരിന്റെ വിപരീതം എന്താണ്? പതിര്. ഇനി അമരം. അമരത്തിന്റെ വിപരീത പദം എന്താണ്? അണിയം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വഞ്ചി, അതായത് വള്ളങ്ങളിലൊക്കെ അമരമുണ്ട്, അണിയമുണ്ട്. അമരത്ത് ഒരാളുണ്ടാകും, അണിയത്ത് ഒരാളുണ്ടായിരിക്കും. അപ്പോ അമരത്തിന്റെ വിപരീതം എന്താണ്? അണിയം. ഓക്കെ അല്ലേ? ഇനി പുലരിയുടെ വിപരീത പദം എന്താണ്? സന്ധ്യ. പുലരിയുടെ വിപരീത പദം എന്താണ്? സന്ധ്യ. അതുപോലെ സമാന പദമാണ് പ്രഭാതം. പ്രഭാതത്തിന്റെ വിപരീത പദം എന്താണ്? പ്രദോഷം. സന്ധ്യ തന്നെയാണ് പ്രദോഷം, അല്ലെങ്കിൽ വൈകുന്നേരത്തെയാണ് പ്രദോഷം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം. പുലരിന്റെ വിപരീത പദം എന്താണ്? സന്ധ്യ. എന്താണ്? സന്ധ്യ. ഇനി പ്രഭാതത്തിന്റെ വിപരീത പദം എന്താണ്? പ്രദോഷം. എന്താണ്? പ്രദോഷം. ഓക്കെ അല്ലേ? ഇനി ഫലം എന്നതിന്റെ വിപരീത വിപരീത പദം എന്താണ്? ഫലം എന്നതിന്റെ വിപരീത പദം എന്താണ്? നിങ്ങൾ പറയണം നിഷ്ഫലം. നിങ്ങൾക്ക് ഓപ്ഷനിൽ വിഫലം, സഫലം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ മറക്കരുത്, ഫലം എന്നതിന്റെ വിപരീത പദം എന്താണ്? നിഷ്ഫലം. ഓക്കെ അല്ലേ? ഇനി ആസക്തിയുടെ വിപരീത പദം എന്താണ്? ആസക്തിയുടെ വിപരീത പദം എന്താണ്? വിരക്തി. എന്താണ്? വിരക്തി. വിരക്തി എന്നത് എന്തിന്റെ വിപരീത പദമാണ്? ആസക്തി. ആസക്തിയുടെ വിപരീത പദമാണ് വിരക്തി. ഇനി പ്രശാന്തം. പ്രശാന്തം എന്ന പദത്തിന്റെ വിപരീത പദമാണ് പ്രക്ഷുബ്ധം. എന്താണ്? പ്രക്ഷുബ്ധം. പ്രശാന്തം എന്നതിന്റെ വിപരീത പദമാണ് പ്രക്ഷുബ്ധം. പ്രശാന്തം എന്ന് പറഞ്ഞാൽ ശാന്തമായിട്ടുള്ള അവസ്ഥയാണ്. പ്രക്ഷുബ്ധം എന്ന് പറഞ്ഞാല് ശാന്തത ഇല്ലാത്ത, അതായത് കുറെ ബഹളങ്ങളും ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ, ഒച്ചപ്പാടൊക്കെ ഉള്ള, അങ്ങനെ ഒരു അസഹിഷ്ണുതമായിട്ടുള്ള അസഹനീയമായിട്ടുള്ള ഒരവസ്ഥ, അതിനെയാണ് പ്രക്ഷുബ്ധം എന്ന് പറയുന്നത്. പ്രശാന്തം വിപരീതം പ്രക്ഷുബ്ധം. ഇനി നീചം വിപരീതം ഉച്ചാണ്. നീചം എന്ന് പറഞ്ഞാൽ താഴെ, ഉച്ച എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലത്തെ അവസ്ഥ. നീചം വിപരീതം ഉച്ചം. അപ്പൊ വിപരീത പദങ്ങൾ പഠിച്ചല്ലോ, ഒന്നുകൂടെ പറയാം. വികാസം വിപരീതം സങ്കോചം, കതിര് വിപരീതം പതിര്, അമരം അണിയം, പുലരി സന്ധ്യ, പ്രഭാതം വിപരീതം എന്താണ്? പ്രദോഷം, ഫലം വിപരീതം നിഷ്ഫലം, ആസക്തി വിപരീതം വിരക്തി, പ്രശാന്തം പ്രക്ഷുബ്ധം, നീചം ഉച്ചം. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോട്ടെ. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് എന്താണ്? പരിഭാഷയാണ്. അടുത്തത് എന്താണ്? പരിഭാഷ, അഥവാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊക്കെ പറയില്ലേ, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക. പരിഭാഷ അല്ലെങ്കിൽ തർജ്ജമയാണ്. ഇനി ആദ്യത്തേത് എന്താണ്? കിത്ത് ആൻഡ് കിൻ. കിത്ത് ആൻഡ് കിൻ എന്ന് പറഞ്ഞാല് ഒരൊറ്റ പദമായിട്ടാണ് വരുന്നത്. ബന്ധുമിത്രാദികൾ. നമ്മുടെ റിലേഷൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബന്ധുക്കൾ ഉണ്ടല്ലോ, അവരെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഫ്രേസ് പോലെയുള്ള ഒരു ഇതാണ് കിത്ത് ആൻഡ് കിൻ. കിത്ത് ആൻഡ് കിൻ എന്ന് പറഞ്ഞാല് ബന്ധുമിത്രാദികൾ എന്നാണ്. ഇനി സമുദ്രപ്രാന്തത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? മറൈൻ ബെൽറ്റ്. സമുദ്ര പ്രാന്തത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ പറയണം മറൈൻ ബെൽറ്റ്. ഓക്കെ അല്ലേ? ഇനി ബൈ വേർഡ്. നമ്മൾ പറയും ബൈ വേർഡ്, ബൈ അസ്, ഞങ്ങളാൽ എന്നൊക്കെ പറയുമ്പോ അത് ബൈ വേർഡ് എന്ന് പറഞ്ഞ വാക്കിനാൽ എന്ന ഓപ്ഷൻ വന്നാല് തെറ്റി പോവരുത്. ബൈ വേർഡ് എന്ന് പറയുന്ന വാക്ക് അർത്ഥം എന്ന് പറയുന്നത് പരിഹാസവാക്ക് എന്നാണ്. ബൈ വേർഡ് എന്ന് വെച്ചാൽ എന്താണ്? പരിഹാസവാക്ക്. ഓക്കെ അല്ലേ? ഇനി ടേക്ക് അവേ. ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രേസൽ വേർബ് ആണ് ഇംഗ്ലീഷില്. അതുകൊണ്ട് തന്നെ
ടേക്ക് അവേ എന്ന് പറഞ്ഞാല് എടുത്തു പോയി എന്നല്ല. ടേക്ക് പറഞ്ഞാൽ എടുക്കുക പോവുക, അങ്ങനെ ഒരു അർത്ഥത്തിൽ വിഭജിച്ചിട്ട് നിങ്ങൾ എഴുതരുത്. ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? നീക്കം ചെയ്യുക. ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? നീക്കം ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ട്രാൻസിറ്ററി മെഷേഴ്സ്. ട്രാൻസിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞാല് ഇടക്കാല നടപടികൾ എന്നാണ് അർത്ഥം. ട്രാൻസിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടക്കാല നടപടികൾ. ട്രാൻസിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടക്കാല നടപടികൾ. ഇനി മുഖസ്തുതിയുടെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? മുഖസ്തുതിയുടെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? ബ്ലാൻഡിഷ്മെന്റ്. എന്താണ്? ബ്ലാൻഡിഷ്മെന്റ്. ഒന്നുകൂടെ പറഞ്ഞേ. മുഖസ്തുതിയുടെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? ബ്ലാൻഡിഷ്മെന്റ്. ഇനി സെക്യുലാരിസം. എന്താണ് സെക്യുലാരിസം? ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമാണ് എന്ന് പറഞ്ഞാല് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ്, മതേതരത്വ രാജ്യമാണ് എന്നാണ് അർത്ഥം. അപ്പൊ സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മതനിരപേക്ഷത. എന്താണ്? മതനിരപേക്ഷത. ഇനി വിലക്കപ്പെട്ട കനി ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഫോർബിഡൻ ഫ്രൂട്ട്. ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലക്കപ്പെട്ട കനി. ഫോർബിഡൻ, വിലക്കപ്പെട്ട കനി എന്ന് ഓർക്കണം കേട്ടോ. ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലക്കപ്പെട്ട കനി. അപ്പൊ ഒന്നുകൂടെ പറയാം. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഇന്ന് പരിഭാഷയില്? കിത്ത് ആൻഡ് കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധുമിത്രാദികൾ. മറൈൻ ബെൽറ്റിന്റെ മലയാളം എന്താണ്? സമുദ്രപ്രാന്തം. ബൈ വേർഡ് എന്നതിന്റെ അർത്ഥം എന്താണ്? പരിഹാസവാക്ക്. എന്താണ്? പരിഹാസവാക്ക്. ഇനി ടേക്ക് അവേ എന്ന് പറഞ്ഞാലോ? നീക്കം ചെയ്യുക. എന്താണ്? നീക്കം ചെയ്യുക. ഇനി ട്രാൻസിറ്ററി മെഷേഴ്സ് എന്ന് പറഞ്ഞാല് ഇടക്കാല നടപടികൾ. എന്താണ്? ഇടക്കാല നടപടികൾ. ഇനി മുഖസ്തുതിയുടെ ഇംഗ്ലീഷ് പദം എന്താന്ന് ചോദിച്ചാൽ പറയണം ബ്ലാൻഡിഷ്മെന്റ്. എന്താണ്? ബ്ലാൻഡിഷ്മെന്റ്. ഇനി സെക്യുലാരിസത്തിന്റെ മലയാളം എന്താണ്? മതനിരപേക്ഷത. എന്താണ്? മതനിരപേക്ഷത. ഇനി ഫോർബിഡൻ ഫ്രൂട്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഫോർബിഡൻ ഫ്രൂട്ടിന്റെ മലയാളം എന്താണ്? വിലക്കപ്പെട്ട കനി. എന്താണ്? വിലക്കപ്പെട്ട കനി. കനി അല്ല, കനിയാണ് കേട്ടോ, ഫ്രൂട്ട് അല്ല. അപ്പൊ കനി ഓർക്കാം. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് പോയാലോ? ഓക്കെ, ശരി, പോവാം. ഇനി പദശുദ്ധിയില് കുറച്ച് വാക്കുകൾ നമ്മൾ പഠിക്കുന്ന കുറച്ച് പദങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ ശരിക്ക് അതിന്റെ അക്ഷരങ്ങളൊക്കെ നോക്കിയിട്ട് പോവാട്ടോ. ആദ്യത്തെ വാക്കാണ് പിന്നാക്കം. പിന്നാക്കം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നോക്കം. പിന്നോക്കം എന്നല്ല, പിന്നാക്കം എന്നാണ്. പിന്നോക്കമല്ല. പിന്നോക്കം എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നോക്കം എന്നല്ല, പിന്നാക്കം എന്നാണ്. ഓർക്കുക. എന്താ പറഞ്ഞത്? പിന്നാക്കം. അതാണ് ശരി. ഇനി ചുവപ്പ്, ചെമപ്പ്, ചുമപ്പ് എന്നൊക്കെ നിങ്ങൾ ചുവന്ന നിറത്തിന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം തെറ്റാണ്. ചെമന്ന, അതാണ് ശരി. ചെമന്ന എന്ന വാക്കാണ് ശരി. എന്താ ശരി? ചെമന്ന. അപ്പോ ചുവപ്പിന് എന്താ പറയാ? ചെമപ്പ് എന്നാണ് പറയുന്നത്, അല്ലാതെ ചുവപ്പ്, ചുമപ്പ് എന്നല്ല. അതെല്ലാം തെറ്റാണ്. അപ്പോ എന്താ പറയാ? ചെമന്ന. ചുവന്ന എന്നുള്ളത് നമ്മൾ പറയുന്നത് ചെമന്ന. ഓക്കെ അല്ലെ? ഇനി ഉടമസ്ഥൻ. ഉടമസ്ഥന് ഏത് തായാണ്? ഉടമസ്ഥന് രഥത്തിന്റെ ദായാണ്. ഉടമസ്ഥന്റെ ദായ ഏതാണ്? രഥത്തിന്റെ ദാ. ഓക്കെ അല്ലെ? ഇനി വൈയാകരണൻ. വൈയാകരണൻ എന്ന് പറയുമ്പോ രണ്ട് യാക്ക് കട്ടിപ്പുണ്ടോ എന്ന് നോക്കാം. വൈയാകരണൻ, യൗവനം, കൈ അക്ഷരം ഇതിനൊന്നും യാ ഇരട്ടിക്കുന്നില്ല. ഓർക്കുക. വൈയാകരണന് ഒരൊറ്റ യാ ഉള്ളൂ. വൈയാകരണൻ, യൗവനം, കൈ അക്ഷരം ഇതിനെല്ലാം യാ ഇരട്ടിക്കുന്നില്ല. ഓർക്കുക. എന്തൊക്കെയാ പറഞ്ഞത്? പിന്നാക്കം, അതാണ് ശരി. ചെമന്ന. പിന്നീട് എന്താ പറഞ്ഞത്? ഉടമസ്ഥൻ. ഉടമസ്ഥന്റെ ദാ ഓർക്കണം, രഥത്തിന്റെ ദായാണ്. ഇനി വൈയാകരണൻ, യൗവനം, കൈ അക്ഷരം ഇവയ്ക്കൊക്കെ യാ ഇരട്ടിക്കുന്നില്ല. ഓർക്കുക. ഇനി കണ്ടുപിടുത്തം. നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നതാണ് കണ്ടുപിടുത്തം. കണ്ടുപിടുത്തം എന്നതിന് കണ്ടുപിടുത്തം എന്നല്ല, കണ്ടുപിടിത്തം. കണ്ടുപിടിത്തം
പിടിത്തം എന്നാ, കണ്ടിട്ട് പിടിച്ചു ആ ഒരു അർത്ഥത്തിൽ നോക്കണേ. കണ്ടുപിടിത്തം എന്നാണ്, അല്ലാതെ കണ്ടുപിടുത്തം എന്നല്ല, ഓർക്കുക. ഇനി രക്ഷകർത്താവ് എന്ന് നമ്മൾ പലപ്പോഴായിട്ട് പറയാറുണ്ട്, പക്ഷേ രക്ഷകർത്താവല്ല, രക്ഷാകർത്താവാണ്. ഓർക്കുക, രക്ഷകർത്താവല്ല, രക്ഷാകർത്താവാണ്. ഇനി അനന്തിരവൻ പലപ്പോഴായിട്ട് തെറ്റിക്കണ്ടു വരുന്ന ഒരു പ്രയോഗമാണ് അനന്തിരവൻ. അനന്തിരവൻ എന്ന് പറയുന്നത് ഇത് തെറ്റാണ്. അനന്തിരവനല്ല, അനന്തരവനാണ്. അനന്തരവൻ എന്താണ്? അനന്തരവൻ. അനന്തിരവനല്ല, അനന്തരവനാണ്. ഓക്കെ അല്ലേ? ഇനി വളർച്ച നിരക്ക്. വളർച്ചാ നിരക്ക് എന്ന് പല പുസ്തകങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്, അതുപോലെ പത്രങ്ങളിലൊക്കെ. അതെല്ലാം തെറ്റാണ്. വളർച്ച നിരക്ക് എന്നാണ്, ഓർക്കുക. അടുത്തത് വായനശീലം. വായനാശീലം, വളർച്ചാ നിരക്ക് എന്ന് പറയുന്ന പോലെ തന്നെ വായനാശീലം എന്ന് പറയുന്നതും തെറ്റാണ്. വായനശീലം അത്ര മതി. നാക്ക് നീട്ടാനില്ല. ഓക്കെ അല്ലേ? ഇനി മെയിൻ ആയിട്ട് വരുന്ന മാധ്യമങ്ങളിലെല്ലാം വരുന്നതാണ് ശുപാർശ ചെയ്തു, ശുപാർശ ചെയ്ത കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. ശുപാർശയല്ല, ശിപാർശയാണ്. എന്താണ്? ശിപാർശ. ശിപാർശയാണ്. ചി ആണ്, അല്ലാണ്ട് ഷൂ അല്ല. ശുപാർശയല്ല, ശിപാർശയാണ്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? പദശുദ്ധിയിൽ ഏതൊക്കെ വാക്യങ്ങളാ പഠിച്ചത്? പിന്നാക്കം, ചെമന്ന, ഉടമസ്ഥൻ, വൈയാകരണൻ, യൗവനം, കൈയക്ഷരം, കണ്ടുപിടിത്തം, രക്ഷാകർത്താവ്, അനന്തരവൻ, വളർച്ച നിരക്ക്, വായനശീലം, ശിപാർശ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചു, വിപരീത പദം പഠിച്ചു, പരിഭാഷ പഠിച്ചു, പദശുദ്ധിയും പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ പഠിക്കുന്നത്? അടുത്തത് പര്യായ പദങ്ങളാണ്. ഇവിടെ ഞാൻ 5 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പര്യായ പദങ്ങളാണുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ഭാരം വരണ്ട എന്നൊരു രീതിയിലാണ് 5, 6, 7 ഇത് മാക്സിമം ഇത്ര വരെ വാക്കുകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫാക്റ്റും പറയുന്നത്. അപ്പോൾ നിങ്ങൾ ദിവസവും പഠിക്കണം. ദിവസം പഠിച്ചാലേ നമ്മുടെ ഈ റിവിഷൻ സീരീസ് ഫോളോ ചെയ്ത് വരുമ്പോൾ ഒരു ഓർഡറിലായിട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പൊ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം, അല്ലെങ്കിൽ കേട്ട് കേട്ട് പഠിക്കണം. ഓക്കെ അല്ലേ? ഇനി പര്യായ പദങ്ങളിലേക്ക് പോവാം. പര്യായ പദങ്ങളിൽ ആദ്യമായിട്ട് പറയുന്നതാണ് മഞ്ഞിന്റെ പര്യായ പദങ്ങള്. മഞ്ഞിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? നീഹാരം. നീഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞാണ്. തുഷാരം, തുഹിനം, ഹിമം. ഹിമം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കാരണം നമ്മള് ഹിമാലയം, മഞ്ഞിന്റെ ആലയം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഹിമം എന്ന് പറഞ്ഞാല് മഞ്ഞാണ്. അപ്പൊ എന്തൊക്കെയാണ് മഞ്ഞിന്റെ പര്യായ പദങ്ങള്? നീഹാരം, തുഷാരം, തുഹിനം, ഹിമം. എന്തൊക്കെയാണ്? നീഹാരം, തുഷാരം, തുഹിനം, ഹിമം. ഇതിൽ നിന്ന് പ്രധാനമായും ചോദ്യങ്ങൾ വരാം. മഞ്ഞിന്റെ പര്യായ പദങ്ങൾ അല്ലാത്തവ ഏത്? മഞ്ഞിന്റെ പര്യായ പദങ്ങൾ ഏത്? അങ്ങനെയൊക്കെ ചോദ്യം വരാം. അപ്പോ മഞ്ഞിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? നീഹാരം, തുഷാരം, തുഹിനം, ഹിമം. ഓക്കെ അല്ലേ? അടുത്ത പര്യായ പദത്തിലേക്ക് പോയാലോ? ഓക്കെ. മുഖം. മുഖത്തിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ആനനം, ആസ്യം, വക്രം, വദനം. ആനനം, ആസ്യം, വക്രം, വദനം. വദനം മുഖമാണ്, വക്രം മുഖമാണ്. ആസ്യം എന്ന് പറയുന്നതും ആനനം എന്ന് പറയുന്നതും മുഖത്തിന്റെ പര്യായ പദങ്ങളാണ്. ഓക്കെ ആണ്. ഇനി ശത്രു എന്ന് പറയുന്നതിന്റെ പര്യായ പദങ്ങള് എന്തൊക്കെയാണ്? വൈരി. ഒന്നാമത്തേത് വൈരി, രിപു, അരി, അരാതി. അരി എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുവാണ്. അരി, നമ്മൾ ഭക്ഷിക്കുന്ന അരി എന്ന് പറയുന്നത് ശത്രുവാണ്. അപ്പൊ ഇങ്ങനെ ഓപ്ഷനിൽ വരാം. അരി എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ശത്രു എന്നും കൊടുക്കും, പിന്നെ ഭക്ഷിക്കുന്ന അരി എന്നൊരു അർത്ഥത്തിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഇവ രണ്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ശത്രുവിന്റെ പര്യായ പദം എന്താണ്? വൈരി, രിപു, അരി, അരാതി. ശത്രുവിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? വൈരി, രിപു, അരി,
അരാതി. ഇനി ഗുഹയുടെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ഗുഹയുടെ പര്യായ പദങ്ങളാണ് ഗഹ്വര, ഗുഹ, ഗഹ്വര. കന്ദരം, കന്ദരം എന്നുള്ളതിന് ധ എങ്ങനെയാണ് നോക്കണം. കന്ദരത്തിന്റെ ധ എങ്ങനെയാണ്? കന്ധരം, നായും ദോഷേന്റെ ദായും കൂടിയിട്ടുള്ളതാണ് ഗുഹ എന്നർത്ഥം വരുന്നത്. കന്ദരം, കന്ദരത്തിന്റെ ധ കണ്ടോ? കന്ദരം എന്ന് പറഞ്ഞാല് നായും ദോഷേന്റെ ദായും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ബിലം, ദരി. ഗുഹേന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയാണ്? ഗഹ്വരം, ഗഹ്വര, കന്ദരം, ബിലം, ദരി. അപ്പൊ ദരി എന്ന് പറയുന്നതും ബിലം എന്ന് പറയുന്നതും കന്ദരം എന്ന് പറയുന്നതും ഗഹ്വര എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഗുഹയാണ്. ഓക്കെ അല്ലേ? ഇനി തലമുടിയുടെ പര്യായ പദങ്ങൾ പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. കുന്തളം, ചിഗരം, കേശം, വേണി. കേശം തലമുടിയാണ്, വേണി തലമുടിയാണ്, ചിഗരം, കുന്തളം ഇവയൊക്കെ തലമുടിയുടെ പര്യായ പദങ്ങളാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, തലമുടിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? കുന്തളം, ചിഗരം, കേശം, വേണി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഒന്നുകൂടെ പര്യായ പദങ്ങൾ പറയാം, എന്നിട്ട് അടുത്തതിലേക്ക് പോവാം. മഞ്ഞിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? നീഹാരം, തുഷാരം, തുഹിനം, ഹിമം. ഇനി മുഖത്തിന്റെ പര്യായ പദങ്ങളോ? ആനനം, ആസ്യം, വക്രം, വദനം. ശത്രുവിന്റെ പര്യായ പദങ്ങളോ? വൈരി, രിപു, അരി, അരാതി. ഇനി ഗുഹയുടെ പര്യായ പദങ്ങളോ? ഗഹ്വര, കന്ദരം, ബിലം, ദരി ഇവയൊക്കെ ഗുഹയുടെ പര്യായ പദങ്ങളാണ്. ഇനി തലമുടിയുടെ പര്യായ പദങ്ങളാണ് കുന്തളം, ചിഗരം, കേശം, വേണി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. അടുത്തത് ഒറ്റപ്പദങ്ങളാണ്. അപ്പൊ ഒറ്റപ്പദങ്ങൾ പറയാം. സഹിക്കാൻ കഴിയാത്തത് എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? അസഹ്യം. സഹിക്കാൻ കഴിയാത്തത് എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? അസഹ്യം. എന്താണ്? അസഹ്യം. വ്യക്തിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? വൈയക്തികം. അതിന് യാക്ക് ഇരട്ടിപ്പില്ല, ഓർക്കുക. വ്യക്തിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? വൈയക്തികം. ഇനി അടുത്തത് ഉപേക്ഷിക്കാനാവാത്തത്. ഉപേക്ഷിക്കാനാവാത്തത് എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? അനുപേക്ഷണീയം. എന്താണ്? അനുപേക്ഷണീയം. ഇനി മുനിയുടെ ഭാവം. മുനിയുടെ ഭാവം എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? മൗനം. മൗനം മുനിയുടെ ഭാവമാണ്. ഇനി ഗൗരവം എന്നതോ? ഗുരുവിന്റെ ഭാവമാണ്. അപ്പൊ ഗുരുവിന്റെ ഭാവം എന്നതിന്റെ ഒറ്റപ്പദം എന്താണ്? ഗൗരവം. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. സഹിക്കാൻ കഴിയാത്തത് എന്താണ്? അസഹ്യം. വ്യക്തിയെ സംബന്ധിച്ചത് എന്നത് വൈയക്തികം. ഉപേക്ഷിക്കാനാവാത്തത് അനുപേക്ഷണീയം. മുനിയുടെ ഭാവം മൗനം. ഗുരുവിന്റെ ഭാവം ഗൗരവം. ഗുരുവിന്റെ ഭാവം എന്താണ്? ഗൗരവം. ഓക്കെ ആണ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്തൊരു ഭാഗമാണ് ശൈലികൾ. അപ്പോ ശൈലികളുണ്ട്. ശൈലികളുടെ അർത്ഥം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ശൈലികളിലേക്ക് പോയാലോ? ഒന്നാമത്തെ ശൈലിയാണ് ധനാശി പാടുക. കഥകളിയിലെ അവസാനത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവസാനത്തെ ചടങ്ങ് ധനാശി പാടുക. അപ്പൊ അവസാനിപ്പിക്കുക. എന്താണ് ധനാശി പാടുക എന്ന് പറഞ്ഞാൽ? എന്താണ്? അവസാനിപ്പിക്കുക. ഇനി ഓശാന പാടുക, സ്തുതി പാടുക. ഓശാന പാടുക, സ്തുതി പാടുക. ഇനി കച്ച കെട്ടുക. കച്ച കെട്ടി ഇറങ്ങി എന്നൊക്കെ പറയില്ലേ? അപ്പൊ കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ തയ്യാറാകുക, തയ്യാറായി ഇറങ്ങി. അപ്പൊ കച്ച കെട്ടുക എന്നതിന്റെ അർത്ഥമാണ് തയ്യാറാകുക. ഇനി ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകം എന്ന് പറഞ്ഞാൽ ഏറെ ചുരുങ്ങിയിട്ടുള്ള ഏറ്റവും ചെറിയ രൂപമാണ്. അപ്പൊ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറെ ചുരുക്കുക. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറെ ചുരുക്കുക. ഇനി അടുത്തത് ഉരകം ഉറ ഊരുക. അതായത് ഉരകം എന്ന് വെച്ചാൽ എന്താണ്? പാമ്പ്. പാമ്പ് അതിന്റെ തൊലി അഴിച്ചിട്ട് പോയിട്ട് പുതിയതായിട്ട് പോലെ. അപ്പൊ ഉരകം ഉറ ഊരുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുപ്പമാകുക. ഉരകം ഉറ ഊരുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ചെറുപ്പമാകുക. ഇനി ഏട്ടിലെ പശു. ഏട്ടിലെ പശു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? പ്രയോഗശൂന്യമായ വസ്തു. ഏട്ടിലെ പശു എന്നതിന്റെ അർത്ഥം എന്താണ്? പ്രയോഗശൂന്യമായ വസ്തു. എന്താണ്? പ്രയോഗശൂന്യമായ വസ്തു. ഓക്കെ അല്ലേ? ഇനി ദന്തഗോപുരം. ദന്തഗോപുരം, ദന്തം എന്ന് വെച്ചാൽ എന്താ? പല്ല്. ഗോപുരം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം മാളിക. അപ്പൊ ദന്തഗോപുരം
പല്ലുകൊണ്ട് ഗോപുരം ഉണ്ടാവുമോ? അങ്ങനെ ആലോചിച്ചാൽ മതിയേ. പല്ലുകൊണ്ട് ഗോപുരം ഉണ്ടാവില്ല. അപ്പൊ ദന്തഗോപുരം എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കല്പിക സ്വർഗം. എന്താണ്? സാങ്കല്പിക സ്വർഗം. സാങ്കല്പിക സ്വർഗത്തിന് എന്താണ് പറയുന്നത്? ദന്തഗോപുരം. ഓക്കെ അല്ലേ? ഇനി ഒന്നുകൂടെ ശൈലികൾ പറയാം. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനിപ്പിക്കുക. ഓശാന പാടുക എന്ന് പറഞ്ഞാലോ? സ്തുതി പാടുക. ഇനി തയ്യാറാക്കുക എന്നത് ഏത് ശൈലിയുടെ അർത്ഥമാണ്? കച്ചകെട്ടുക. ഇനി ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറെ ചുരുക്കുക. ഉരകം ഉറ എന്ന് പറഞ്ഞാലോ? ചെറുപ്പമാകുക. ഏട്ടിലെ പശു എന്ന് പറഞ്ഞാല് പ്രയോഗശൂന്യമായ വസ്തു എന്നാണ്. ഇനി ദന്തഗോപുരം എന്ന് പറഞ്ഞാല് സാങ്കല്പിക സ്വർഗം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് പോവാം. അടുത്തത് അതായത് നമ്മുടെ അവസാനത്തെ ഈ സീരീസിലെ ഇന്നത്തെ അവസാനത്തെ ഒരു ഭാഗമാണ് സമാന പദങ്ങൾ. അപ്പൊ ഒരുപോലെ വരുന്ന പദങ്ങൾ ഉണ്ടാകും. എന്നാൽ ചെറിയ അക്ഷര വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാറിപ്പോകും അതിന്റെ അർത്ഥം. അപ്പൊ സമാന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇതുകൂടെ ആയാലും ഇന്നത്തെ സീരീസ് കംപ്ലീറ്റ് ആവും. ഇന്നത്തെ സീരീസിന്റെ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊന്നായിരിക്കും ചർച്ച ചെയ്യുക. അപ്പൊ ഈ കാര്യങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഓരോ ക്ലാസ്സിലും ഓരോ 5 or 6 വാക്കുകൾ ഒരു ടോപ്പിക്കിൽ തരുന്നത് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് കേട്ടോ. എളുപ്പമാവുന്നില്ല കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അത് എഴുതിയെടുക്കണം. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അതിനനുസരിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഇന്ന് സമാന പദത്തിന്റെ അതുകൂടെ ആയാൽ ഈ ക്ലാസ് കംപ്ലീറ്റ് ആവും. അപ്പൊ സമാന പദങ്ങൾ നോക്കാം. കൗമുദി എന്ന് പറയുന്നത് എന്തിന്റെ അർത്ഥം? കൗമുദി എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ കൗമുദി എന്ന് പറഞ്ഞാൽ നിലാവ്. കൗമുദി എന്ന് പറഞ്ഞാൽ എന്താണ്? നിലാവ്. അപ്പൊ കുമുദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആമ്പൽ. കുമുദം എന്ന് പറഞ്ഞാൽ ആമ്പൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമ്പലിന്റെ പര്യായ പദം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ. കൗമുദി എന്ന് പറഞ്ഞാൽ നിലാവാണ്. നിലാവില് രാത്രിയില് ചന്ദ്രൻ ഉണ്ടാവുമ്പോ ഒക്കെ വിരിയുന്നത് ആരാണ്? ആമ്പൽ. അപ്പൊ നമ്മൾ ആമ്പലിന് എന്താ പറയാ? കുമുദം. കൗമുദി എന്ന് പറഞ്ഞാൽ നിലാവാണ്. കുമുദം എന്ന് പറഞ്ഞാൽ ആമ്പലാണ്. കണക്ട് ചെയ്തിട്ട് ഓർക്കുക. ഇനി കുതുകം എന്ന് പറഞ്ഞാൽ എന്താണ്? കുതുകം ഏത് തായാണ്? തത്തേന്റെ ത. കുതുകം എന്ന് പറഞ്ഞാൽ എന്താണ്? താല്പര്യം. അപ്പൊ നമ്മൾ 3 വാക്ക് ഒരുപോലെ പറഞ്ഞു. കൗമുദി എന്ന് പറഞ്ഞാൽ എന്താണ്? നിലാവ്. കുമുദം എന്ന് പറഞ്ഞാൽ ആമ്പൽ. കുതുകം എന്ന് പറഞ്ഞാൽ താല്പര്യം. 3 വാക്കും കിട്ടിയിരിക്കുമല്ലോ. ശരി, ഇനി അടുത്തത് അൻപ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൻപ്. അൻപ് എന്ന് കേട്ടോ. എന്ന ചിലക്ഷരം പായും ആണ് കേട്ടോ. അൻപ്. അൻപ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലിവ്. അൻപ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലിവ്. അപ്പൊ അമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ത്രം. അമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ത്രം. ഓക്കെ അല്ലേ? അൻപ് എന്ന് പറഞ്ഞാൽ അലിവാണ്. അമ്പ് എന്ന് പറഞ്ഞാൽ അസ്ത്രം എന്നാണ്. ഓക്കെ അല്ലേ? ഇനി അബ്ദം എന്ന് പറഞ്ഞാല് അബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആണ്ട്. നമ്മൾ പറയാലോ ആണ്ട്. അപ്പൊ അബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആണ്ട്. അബ്ദി എന്ന് പറഞ്ഞാൽ സമുദ്രം. ഞാൻ പറഞ്ഞു അബ്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രം. ഇനി അടുത്തൊരു വാക്കാണ് അംബുജം. അമ്പു എന്ന് പറഞ്ഞാൽ എന്താണ്? ജലം എന്നാണ് അർത്ഥം. അപ്പൊ അംബുജം എന്നാണെങ്കിൽ താമര എന്നും ദം എന്നാണെങ്കിൽ മേഘം എന്നാണ്. അപ്പൊ അമ്പു എന്ന് പറഞ്ഞാൽ ജലം, ജം എന്ന് ചേർക്കുകയാണെങ്കിൽ താമര എന്നും ദം എന്ന് ചേർക്കുകയാണെങ്കിൽ മേഘം എന്നാണ് അർത്ഥം. അപ്പൊ ഒന്നുകൂടെ സമാന പദങ്ങൾ പറയാം. കൗമുദി എന്ന് പറഞ്ഞാൽ നിലാവാണ്. കുമുദം ആമ്പലാണ്. കുതുകം താല്പര്യം ആണ്. അൻപ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലിവ് എന്നാണ് അർത്ഥം. അമ്പ് എന്നാൽ അസ്ത്രം എന്നാണ് അർത്ഥം. ഇനി അബ്ദം എന്ന് പറഞ്ഞാല് ആണ്ട്. അർത്ഥം എന്താണ്? ആണ്ട്, അബ്ദി, സമുദ്രം. ഇനി അംബുജം എന്ന് പറഞ്ഞാല് താമരയാണ്. അമ്പുദം എന്ന് പറഞ്ഞാലും മേഘമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാകും. കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനാണ്. അപ്പൊ മാക്സിമം ഉപയോഗിക്കാം. അതിനനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കുക. നമുക്ക് 5 ക്ലാസ്സിന് ശേഷം ഒരു റിവിഷൻ ആയിട്ട് PYQ ചെയ്യാം. അത് ഡിസ്കസ് ചെയ്യാം, അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.